എല്ലാവർക്കും നമസ്കാരം. HSA ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു റിവിഷൻ ക്ലാസ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. റിവിഷന്റെ പാർട്ട് 3 ആണ്, ഗ്രാമർ പ്ലസ് വൊക്കാബുലറി. നമ്മുടെ മാരത്തോൺ വീഡിയോ ഉടനെ വരുന്നുണ്ട്. എല്ലാ അധ്യാപകരെയും അണിനിരത്തിക്കൊണ്ടുള്ള ക്ലാസ്സുകളാണ് അവിടെ നൽകാൻ പോകുന്നത്. ഗ്രാമർ പ്ലസ് വൊക്കാബുലറി എളുപ്പമായിരിക്കും. നിങ്ങൾ എൻ്റെ ക്ലാസ്സുകൾ കൃത്യമായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഏത് ചോദ്യവും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ക്ലാസ്സുകളായിരിക്കും നമ്മൾ കൂടുതലായിട്ട് അങ്ങനെയുള്ള ക്ലാസ്സുകളാണ് നമ്മൾ കൂടുതലായിട്ട് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ വരുന്ന ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് പരിശോധിച്ചാലും ഇംഗ്ലീഷ് പഠിപ്പിച്ച ഭാഗം തന്നെയാണ് ചോദിക്കുന്നത്. ഈവൻ KS പരീക്ഷയ്ക്ക് പോലും നമ്മൾ പഠിപ്പിച്ചതിനകത്തു നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക. ബാക്കി യൂട്യൂബിനെ ആശ്രയിക്കുന്ന ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും യൂട്യൂബ് കാണുക. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇംഗ്ലീഷ് പരിമിതികളുണ്ട് എങ്കിലും ഇംഗ്ലീഷിന്റെ ഒരുപാട് കാര്യങ്ങൾ നൽകാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്നും 20 മാർക്കിന്റെ ഒരു സൂപ്പർ ചോദ്യപേപ്പർ ഞാൻ തന്നെ തയ്യാറാക്കിയ ചോദ്യപേപ്പറുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇത്തിരി നിലവാരം കൂടുതലാണ്, കാരണം നിലവാരമുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്ത് പഠിക്കേണ്ടത്. എളുപ്പമുള്ളത് ചോദിച്ചാൽ നമ്മളത് ചെയ്യും. നിലവാരമുള്ള ചോദ്യങ്ങൾ വന്നാൽ അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. പരീക്ഷകളിൽ പോയിരുന്നിട്ട് ടെൻസ്ഡ് ആവരുത്, കാരണം നമ്മൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ തന്നെയാണ് എക്സ്പെക്ട് ചെയ്ത് വന്നത് എന്ന് പ്രതീക്ഷിച്ചിരുന്നാൽ നമുക്ക് ഒരുപാട് പ്രശ്നം വരില്ല. നമുക്കത് ഈസി ആയിട്ട് സോൾവ് ചെയ്യാനും സാധിക്കും. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. 20 ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, യൂസ് ദ അപ്രോപ്രിയേറ്റ് ഫ്രേസ് ടു ഫിൽ ദ ഗ്യാപ്പ്. ഡാഷ് ആൻഡ് നോബഡി എൽസ് ക്യാൻ ഡു ഇറ്റ്. ഡാഷ് ആൻഡ് നോബഡി എൽസ് ക്യാൻ ഡു ഇറ്റ് എന്നാണ്. ഐ ക്യാൻ അലോൺ ഡു ഇറ്റ് ആണോ? ഐ ക്യാൻ സോ അലോൺ ഇറ്റ് ആണോ? ഐ ക്യാൻ ഡു ഇറ്റ് അലോൺ ആണോ? ഐ അലോൺ ക്യാൻ ഡു ഇറ്റ് ആണോ? സോ ഇവിടെ എനിക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ, വേറൊരാൾക്കും ചെയ്യാൻ കഴിയില്ല എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും എല്ലാവരും വരുന്ന ഒരു ഉത്തരം ഐ ക്യാൻ ഡു ഇറ്റ് അലോൺ എന്നുള്ളതാണ്. ഐ ക്യാൻ ഡു ഇറ്റ് അലോൺ ഒരു പ്രോപ്പറായിട്ട് എല്ലാവർക്കും തോന്നിയൊരു ഒരു ഇംഗ്ലീഷ് ഐ ക്യാൻ ഡു ഇറ്റ് അലോൺ എന്നുള്ളതാണ്. പക്ഷെ ശരിയായ ഉത്തരം ഐ അലോൺ ക്യാൻ ഡു ഇറ്റ് എന്നുള്ളതാണ്. ഐ അലോൺ ക്യാൻ ഡു ഇറ്റ്. അതെന്താണെന്ന് ചോദിച്ചാൽ ഈ സെന്റൻസ് എംഫസൈസ് ചെയ്യുന്നുണ്ട്. നോബഡി എൽസ് ക്യാൻ ഡു ഇറ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് മാത്രമായിരുന്നെങ്കിൽ ഐ ക്യാൻ ഡു ഇറ്റ് അലോൺ എന്ന് മാത്രമായിരുന്നെങ്കിൽ ഓക്കെ. നോബഡി എൽസ് ക്യാൻ ഡു ഇറ്റ് എന്ന് അവിടെ പ്രത്യേകം മെൻഷൻ ചെയ്യുമ്പം ഐ അലോൺ ക്യാൻ ഡു ഇറ്റ് എന്ന് സ്ട്രെസ് ചെയ്ത് തന്നെ പറയണം. അവിടെ അലോൺ വരേണ്ടത് ഐക്കും ഡൂയിനും ഇടയ്ക്കാണ്. ഇത് വേറൊരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ ഉദാഹരണത്തിന് ഐ റെസ്പെക്ട് വുമൺ അല്ലെങ്കിൽ ഐ റെസ്പെക്ട് വിമൻ എന്ന് നമ്മൾ പറയുന്നു. കുറച്ചും കൂടെ എംഫസിസ് ചെയ്ത് ഐ ഡു റെസ്പെക്ട് വിമൻ എന്ന് പറയാറുണ്ട്. അവിടെ ആ ഡു ചെയ്യുന്ന ധർമ്മം എന്താന്ന് ചോദിച്ചാൽ അത് സ്ട്രെസ് ചെയ്യുകയാണ്. അതുപോലെയാണ് ഇവിടെ വരുന്നത്. ഈ സെന്റൻസ് ഉണ്ടായത് കൊണ്ടാണ് ഇത് ശരി ഉത്തരമായിട്ട് വന്നത്. അല്ലെങ്കിൽ ഐ ക്യാൻ ഡു ഇറ്റ് അലോണും ഒരു തെറ്റുമില്ല. നെക്സ്റ്റ്, ചൂസ് ദ വേർഡ് വിച്ച് ഈസ് നോട്ട് ദ സിനോണിം ഓഫ് എമോളുമെന്റ്. എമോളുമെന്റ് എന്ന് പറയുന്ന വാക്കിന്റെ സിനോണിം അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എമോളുമെന്റ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം റെമ്യൂണറേഷൻ എന്നാണ്. റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞാൽ പ്രതിഫലം. അപ്പം ഏണിങ്, ഓക്കെ, റെമ്യൂണറേഷൻ, ഓക്കെ, റീകോമ്പൻസേഷൻ, അതും ഓക്കെ. അതൊക്കെ ഏകദേശം എമോളുമെന്റ് എന്ന് പറയുന്ന വാക്കിന് അർത്ഥമായിട്ട് വരുന്നതാണ്. പണവുമായിട്ട് ബന്ധപ്പെട്ട, പ്രതിഫലവുമായിട്ട് ബന്ധപ്പെട്ട വാക്കാണ്. എന്നാൽ ലൂഷ്യസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം റിച്ച് അല്ലെങ്കിൽ റിച്ച്നെസ് എന്നാണ്. സോ ദിസ് ഈസ് നോട്ട് ദ സിനോണിം ഓഫ് എമോളുമെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, നെക്സ്റ്റ് വൺ. ചൂസ് ദ റോങ് പാർട്ട് ഓഫ് ദ ഗിവൺ സെന്റൻസസ്. ഹിസ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് മീ ഹാസ് ബീൻ ഹോസ്റ്റൈൽ ഫ്രം ദ ബിഗിനിങ് ബട്ട് ഐ കെയർ എ ഫിഗ് ഫോർ ഹിം എന്നാണ് പറയുന്നത്. പോയിന്റ് ഔട്ട് ദ എറർ പലപ്പോഴും പല രീതിയിൽ ചോദിക്കാറുണ്ട്. അതിൽ ഏറ്റവും ന്യൂ മോഡലാണ് ഇത്. ഒരു സെന്റൻസ് തെറ്റിച്ച് തന്നിട്ട് അതിനകത്ത് ആ സെന്റൻസിനെ തന്നെ 4ആയിട്ട് മുറിച്ചു കൊടുത്തിട്ട് അതിൽ ഏത് ഭാഗത്താണ് തെറ്റെന്ന് ചോദിക്കും. സ്വാഭാവികമായിട്ട് ഈ സെന്റൻസിലെ തെറ്റ് എവിടാന്ന് ചോദിച്ചാൽ മതി. പക്ഷെ 4 പാർട്ട് മുറിച്ചു കൊടുത്തിട്ട് അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണത്തിൽ തെറ്റുണ്ടോ, അല്ലെങ്കിൽ നോ എറർ. 3 പാർട്ട് കഴിഞ്ഞിട്ട് നോ എറർ എന്ന് കൊടുത്തിരിക്കും. ഇവിടെ എന്താണ് തെറ്റ്? ഹിസ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് മീ ഹാസ് ബീൻ ഹോസ്റ്റൈൽ ഫ്രം ദ ബിഗിനിങ്. തുടക്കം മുതലേ അവന്റെ ആറ്റിറ്റ്യൂഡ് എന്നോടുള്ളത് ശരിയല്ല. പക്ഷേ ഐ കെയർ എ ഫിഗ് ഫോർ ഹിം തെറ്റാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഈ ഐ ഡോണ്ട് കെയർ എ ഫിഗ് ഫോർ എന്നാണ് കറക്റ്റ് ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ. ഞാൻ അതിനെ കൂസാറില്ല, ഞാൻ മൈൻഡ് പോലും ചെയ്യാറില്ല എന്ന് പറയുന്നതിന് നമ്മൾ പറയേണ്ടത് ഐ ഡോണ്ട് കെയർ എ ഫിഗ് ഫോർ ഹിം എന്നാണ്. ഡോണ്ട് കെയർ എ ഫിഗ് എന്ന് പറഞ്ഞാൽ അതൊരു ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ ആണ്. ഞാൻ കൂസാറില്ല, ഞാൻ മൈൻഡ് ചെയ്യാറില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ഐ കെയർ എ ഫിഗ് ഫോർ ഹിം അല്ല അവിടെ വരേണ്ടത്. ഐ ഡോണ്ട് കെയർ എ ഫിഗ് ഫോർ ഹിം. നിങ്ങൾക്ക് ചെയ്തു നോക്കാം കേട്ടോ. ചെയ്തു നോക്കിയിട്ട് ഞാൻ എക്സ്പ്ലനേഷൻ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ചെയ്തു നോക്കിയിട്ട് നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് മാർക്ക് കമന്റ് ചെയ്യാം. നെഗറ്റീവ് മാർക്ക് ഉണ്ട്. 3 തെറ്റിന് 1 മാർക്ക് വെച്ചാണ്. ഹിസ്റ്റോറിയൻസ് ടെൽ us how this country was divided into 3.
ഇവിടെ ഈ ആക്റ്റീവ് പാസീവ് വോയിസ് റിപ്പോർട്ടഡ് സ്പീച്ച് ചോദ്യങ്ങൾ വരുമ്പം നമ്മൾ ആൾറെഡി ആ ചോദ്യത്തിൽ നിന്നും ഉത്തരം കണ്ടുപിടിച്ചതിന് ശേഷം അല്ലെങ്കിൽ ആ ഉത്തരത്തിലേക്ക് എത്താനുള്ള ക്ലൂ കണ്ടുപിടിച്ചതിന് ശേഷം മാത്രം ഓപ്ഷൻ വായിച്ചു നോക്കുക. ഓപ്ഷൻ വാരി വലിച്ചിങ്ങനെ കാണുമ്പോൾ നമുക്ക് ഭ്രാന്ത് വരും. അപ്പൊ ഇതിന്റെ ഉത്തരം അതായത് പാസീവ് വോയിസ് ആക്കാനാ ഹിസ്റ്റോറിയൻസ് ടെൽ us. ഇവിടെ ഒന്ന് മുറിക്കണം. ഹൗ ദിസ് കൺട്രി വാസ് ഡിവൈഡഡ് ഇൻറ്റു 3. എന്തിനാണ് മുറിച്ചത്? നമ്മൾ അധികം പഠിച്ചിട്ടില്ലാത്തൊരു സാധനമാണ്. സാധാരണഗതിയിൽ ഒരു ക്ലോസേ കാണത്തുള്ളൂ പാസീവ് വോയിസ് ആക്കാൻ തരുന്നത്. ഇപ്പൊ രാമ കിൽഡ് രാവണ, രാവണ വാസ് കിൽഡ് ബൈ രാമ. എന്നാൽ ഒന്നിൽ കൂടുതൽ ക്ലോസ് ഉണ്ടെങ്കിൽ, ഇവിടെ ഒന്നിൽ കൂടുതൽ ക്ലോസ് ഉണ്ട്. ഹിസ്റ്റോറിയൻസ് ടെൽ us എന്നുള്ള ഒരു ക്ലോസ്, സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ്, പിന്നെ ഹൗ ദിസ് കൺട്രി വാസ് ഡിവൈഡഡ് ഇൻറ്റു 3 അത് രണ്ടാമത്തെ ക്ലോസ്. സ്വാഭാവികമായിട്ടും ഇംഗ്ലീഷിലെ റൂൾ അനുസരിച്ച് 2 ക്ലോസ് വന്നാൽ 2 ക്ലോസിനെയും പാസീവ് ആക്കണം എന്നതാണ് റൂള്. അതായത് 2 ക്ലോസ്, ഇതിനെയും പാസീവ് ആക്കണം, ഇതിനെയും പാസീവ് ആക്കണം, എന്നാലേ ശരിയാവും. പക്ഷെ ഒരു രസകരമായ കാര്യം, ഇത് ആൾറെഡി പാസീവ് ആണ്. ദിസ് കൺട്രി വാസ് ഡിവൈഡഡ് ഇൻറ്റു 3. വി ഡിവൈഡഡ് ദിസ് കൺട്രി ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ അതിനെ പാസീവ് ആക്കിയാണ് ദിസ് കൺട്രി വാസ് ഡിവൈഡഡ് ഇൻറ്റു 3 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം പാസീവ് ആക്കിയ ഒരെണ്ണമാണ് ഒരു ക്ലോസ്. അതിനെ പിന്നെ പാസീവ് ആക്കണോ? വേണ്ട, അത് അതുപോലെ തന്നെ ഇടണം. അങ്ങനെ വെച്ച് കണ്ടുപിടിക്കാം. നോക്കിയേ, ഹൗ ദിസ് കൺട്രി വാസ് ഡിവൈഡഡ് ഇൻറ്റു 3. ഓക്കെ, ഹൗ ദിസ് കൺട്രി വാസ് ഡിവൈഡഡ് ഇൻറ്റു 3 രണ്ടിടത്തുണ്ട്. ഹൗ ദിസ് കൺട്രി ഡിവൈഡഡ് ഇൻറ്റു 3 ഇത് തെറ്റാ. വാസ് ഡിവൈഡ് അത് തന്നെ വരണം. ഇവിടെ ദിസ് കൺട്രി ഹാഡ് ഒന്നും വരത്തില്ല, അത് തന്നെ വരണം. രണ്ടാമത്തെ ക്ലോസ് മാറരുത്, അത് പാസീവാ. ഇനി നോക്ക്, we are told by historians how that country was divided into 3. We are told by the historians how this country was divided into 3. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് ഹിസ്റ്റോറിയൻ ടെൽ us ന്റെ പാസീവ് കിട്ടി. We are told by historians രണ്ടിടത്തും അത് തന്നെയാണ്. അപ്പൊ അവിടെ തെറ്റൊന്നുമില്ല. പിന്നുള്ളത് ഇവിടെ ദാറ്റും ഇവിടെ ദിസ്സും ആണ്. ചോദ്യത്തിൽ എന്താണ്? ചോദ്യത്തിൽ ദിസ്സാണ്. ചോദ്യത്തിൽ ദിസ് ആവുമ്പം ഉത്തരത്തിൽ ദാറ്റ് വരണോ? വേണ്ട, അത് റിപ്പോർട്ടഡ് സ്പീച്ചിലാ ദിസ് ദാറ്റ് ആവുന്നത്. ഇത് ദിസ് ഈസ് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്. സോ ദ കേസ് ഈസ് ക്ലിയർ. ദിസ് ബി ആണ്. കണ്ടോ, ദിസിനെ ദാറ്റ് ആക്കുന്നത് റിപ്പോർട്ടഡ് സ്പീച്ചിലാണ്. ചോദിച്ചിരിക്കുന്ന ആക്റ്റീവ് പാസീവ് വോയിസിൽ വാക്കുകൾ മാറത്തൊന്നുമില്ല. വെർബിന്റെ ഭാഗം മാത്രമേ ചേഞ്ച് വരൂ. സബ്ജക്ട് ബൈക്ക് ശേഷം പോകും, ഒബ്ജക്റ്റ് ആദ്യം വരും. അല്ലാതെ വേർഡുകള് ദിസ് ദാറ്റ് ആക്കണം, ദീസ് ദോസ് ആക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. അതായത് ഞാൻ ഇപ്പോൾ പറഞ്ഞൊരു കാര്യം, റിപ്പോർട്ട് സ്പീച്ച് ആയിക്കോട്ടെ പാസീവ് വോയിസ് ആയിക്കോട്ടെ, മൊത്ത കാര്യങ്ങളും അറിയണമെന്നില്ല. ഓപ്ഷൻ നോക്കി ഉത്തരം എഴുതാം. ആ രീതി നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നെക്സ്റ്റ്, ഷീ സ്മാഷ്ഡ് എ ഡാഷ് ഓഫ് ഗ്ലാസ്. പൈൺ ഓഫ് ഗ്ലാസ്, പെയിൻ ഓഫ് ഗ്ലാസ്, പോൺ ഓഫ് ഗ്ലാസ്, പെയിൻ ഓഫ് ഗ്ലാസ്. ഗ്ലാസിന്റെ കളക്റ്റീവ് നൗൺ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പെയിൻ ഓഫ് ഗ്ലാസ് എന്നാണ്. ഓക്കെ, ചൂസ് ദ ഓപ്പോസിറ്റ് ഓഫ് ഡിസ്എൻഫ്രാഞ്ചൈസ്. ഡിസ്എൻഫ്രാഞ്ചൈസ് എന്ന് പറഞ്ഞ അർത്ഥം അംഗീകാരം കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. ഓതറൈസ്ഡ്, ഡിസേബിൾഡ്, ഡിപ്പോർട്ടഡ്, എക്സ്ക്ലൂഡഡ്. ഏതാണ് ശരി ഉത്തരം? ഏതാണ് ശരി ഉത്തരം? ഡിസ്എൻഫ്രാഞ്ചൈസ് എന്ന് പറഞ്ഞാൽ അംഗീകാരം കൊടുക്കാതിരിക്കുക, അംഗീകരിക്കാതിരിക്കുക. ആൻസർ എ ആണ്, ഓതറൈസ്ഡ്. അൺഓതറൈസ്ഡ് എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ഇതേ വരത്തുള്ളൂ, ഓതറൈസ്ഡ്. ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ചോദിക്കുന്നത്. ഈ അടുത്ത സമയത്ത് ചോദിച്ച വൊക്കാബുലറി എല്ലാം സ്റ്റാൻഡേർഡ് ആയിരുന്നു. ഇംഗ്ലീഷ് ഗ്രാമർ പിന്നെ എളുപ്പമായിരുന്നു എന്ന് പറയുന്നത് നമ്മൾ പഠിപ്പിച്ചത് തന്നെയാണ് ചോദിച്ചത്. അതുകൊണ്ട് തന്നെ അതേ സാറുമാരൊക്കെ തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻ ഇടുന്നത്. വലിയ വ്യത്യാസമൊന്നും വരില്ല. പ്രത്യേകിച്ച് ഇപ്പൊ ഈ ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഗ്രാമറാണ്. അത് കട്ടി എന്തുവാണ്, സിമ്പിൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിക്കുന്നവർക്ക് എല്ലാം സിമ്പിൾ ആണ്, അത്രേ ഉള്ളൂ. അല്ലാതെ വലിയ കാര്യമൊന്നുമില്ല. ഡു യു ഹാവ് എ ഫെയർ കോപ്പി ഓഫ് ദിസ് ഡോക്യുമെന്റ്? ദ എഡിറ്റർ ആസ്ക്ഡ് ദ റിപ്പോർട്ടർ. ഇവിടെ റിപ്പോർട്ടർ സ്പീച്ചാ. റിപ്പോർട്ട് സ്പീച്ച് ചെയ്യുമ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു ഐഡിയ കണ്ടുപിടിച്ചിട്ട് ഓപ്ഷനെ അഭിമുഖീകരിക്കുന്നതായിരിക്കും നല്ലത്. ഈ ചോദ്യത്തില് ഡു യു ഹാവ് എ ഫെയർ കോപ്പി ഓഫ് ദിസ് ഡോക്യുമെന്റ് ചോദ്യമാണ്. ദ എഡിറ്റർ ആസ്ക്ഡ് ദ റിപ്പോർട്ടർ എന്നും പറഞ്ഞ് തുടങ്ങും. അത് സ്വാഭാവികമായിട്ടും നമുക്കറിയാം, അത് തന്നെയാണ് തുടങ്ങുന്നത്. അതിനകത്ത് തെറ്റൊന്നുമില്ല. പിന്നെ ഉള്ളത് ഡു യു ഹാവ് ആണ്. ഡു യു ഹാവ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഡു പ്ലസ് ഹാവ് എന്താണ്? ഡു പ്ലസ് ഹാവ് ഈസ് ഈക്വൽ ടു ഹാവ്. ഹാവിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയേക്കുക. ഡു ഹാവ്, ഡു യു ഹാവ്. ഹാവ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തോ ആവും? പാസ്റ്റ് ആവും. എന്തോ ആവും? ഹാഡ്. ഒറ്റ ഹാഡ്. ആ ഒരൊറ്റ അറിവ് വെച്ചോണ്ട് ഹാഡ് ആകും എന്ന് വെച്ചത് കൊണ്ട് ചോദ്യത്തെ അഭിമുഖീകരിക്കുക. നമുക്ക് നോക്കാം.
ദ എഡിറ്റർ ആസ്ക്ഡ് ദ റിപ്പോർട്ടർ പൊളൈറ്റ്ലി വെദർ ഡിഡ് ഹി ഹാവ്, തെറ്റ്, ഹാവ് ഹാഡ് ആകും. ദ എഡിറ്റർ ആസ്ക്ഡ് സബ്മിസീവ്ലി വെദർ ഹി ഹാഡ് 2 ഹാഡ് വന്നിരിക്കുന്നു, വേണ്ട, 1 ഹാഡ് മതി. ഹാവ് ഹാഡ് ആവും. ദ എഡിറ്റർ ആസ്ക്ഡ് ദ റിപ്പോർട്ടർ വെദർ ഹി ഹാഡ്, ഇതാവുണ്ട്, ശരിയാവാൻ സാധ്യതയുണ്ട്. അടുത്തേം കൂടെ നോക്കാം. ദ എഡിറ്റർ ആസ്ക്ഡ് ദ റിപ്പോർട്ടർ എംഫാറ്റിക്കലി വെദർ ഹി ഹാഡ്, ഇവിടെ ഹാഡ്. അപ്പൊ ഇത് രണ്ടിലും ഏതോ ഒരെണ്ണമാണ്. ഇനി നമുക്ക് ഇതിൽ രണ്ടിനെയും വ്യത്യാസം നോക്കണം. ദ എഡിറ്റർ ആസ്ക്ഡ് ദ റിപ്പോർട്ടർ വെദർ ഹി ഹാഡ് എ ഫെയർ കോപ്പി ഓഫ് ദാറ്റ് ഡോക്യുമെന്റ്. ഇവിടെ ദ എഡിറ്റർ ആസ്ക്ഡ് ദ റിപ്പോർട്ടർ എംഫാറ്റിക്കലി, ഊന്നി പറയുക, വളരെ സ്ട്രെസ് കൊടുത്ത് പറഞ്ഞു എന്ന് പറയുകയാണത്. നോക്കാം, ചോദ്യം നോക്കാം, അങ്ങനെ വല്ല സ്ട്രെസ് അവിടെ ഉണ്ടോന്ന്. ഡു യു ഹാവ് എ ഫെയർ കോപ്പി ഓഫ് ദിസ് ഡോക്യുമെന്റ്, എഡിറ്റർ ആസ്ക്ഡ്. അത് ചോദിച്ചതേ ഉള്ളു, എംഫാറ്റിക്കലായിട്ടൊന്നും ഓർഡർ ഇട്ടൊന്നുമല്ല, മറിച്ച് ചോദിച്ചതേ ഉള്ളു. സോ ഇതിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. ദ റൈറ്റ് ആൻസർ ഇസ് സി. ദ എഡിറ്റർ ആസ്ക്ഡ് ദ റിപ്പോർട്ടർ വെദർ ഹി ഹാഡ് എ ഫെയർ കോപ്പി ഓഫ് ദാറ്റ് ഡോക്യുമെന്റ്. 2 കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. ഡു പ്ലസ് ഹാവ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഹാഡ് ആവും. അത് അത്ര മാത്രം അറിഞ്ഞു വെച്ചോണ്ടാ എംഫാറ്റിക്കലി വരത്തില്ലെന്ന് കൊച്ചു പിള്ളേർക്ക് വരെ അറിയാം. നെക്സ്റ്റ് സി. ഐ ഡാഷ് ഇൻ കൊൽക്കട്ട ഫോർ 6 years ബൈ ദ എൻഡ് ഓഫ് ദിസ് മന്ത്. സൂപ്പർ ചോദ്യമാ, ടെൻസാ. ഐ ഡാഷ് ഇൻ കൊൽക്കട്ട ഫോർ 6 years ബൈ ദ എൻഡ് ഓഫ് ദിസ് മന്ത്. ഈ മാസം അവസാനം നടക്കാൻ പോകുന്ന കാര്യമാണ്, അതായത് ഫ്യൂച്ചറാണ്. ഇത് വരാം, ഷാൾ, വിൽ ലീവ്, വേറെ ഒന്നും വരും. ഇതിൽ ഏതോ ഒരെണ്ണം വരും. നൺ ഓഫ് ദീസ് വരാൻ ഒരു സാധ്യതയില്ല, കാരണം 3 ഫ്യൂച്ചർ കൊടുത്തിട്ടുണ്ട്. അതിലേതോ ഒരെണ്ണമായിരിക്കും. 4 ഫ്യൂച്ചർ ടെൻസേ ഉള്ളു, അതിൽ 3 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഇനി കാര്യത്തിലേക്ക് വരാം. ഫോറും സിൻസും കഴിഞ്ഞിട്ട് കാലാവധിയൊക്കെ പറയുമ്പം 2 ടെൻസുകളാണ് വരാൻ സാധ്യതയുള്ളത്. അല്ല, 1 ടെൻസാണ് വരാൻ സാധ്യതയുള്ളത്. അത് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസാണ്. അത് ഏത് വേണമെങ്കിലും വരാം. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലും സിൻസും ഫോറും വരും. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലും സിൻസും ഫോറും വരും. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിലും സിൻസും ഫോറും വരും. ഇത് ഫ്യൂച്ചർ ആണെന്ന് ഉറപ്പായി. അപ്പൊ പിന്നെ പ്രസന്റും പാസ്റ്റും വിട്ടേക്കുക. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഐ ഷാൾ ഹാവ് ബീൻ ലിവിംഗ് ഇൻ കൊൽക്കട്ട ഫോർ 6 years ബൈ ദ എൻഡ് ഓഫ് ദിസ് മന്ത്. ഈ മാസം അവസാനത്തില് ഞാൻ കൊൽക്കട്ടയിൽ ജീവിക്കുമായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു കണ്ടിന്യൂസ് ആക്ഷൻ. ഫ്യൂച്ചറിൽ തുടങ്ങി ഫ്യൂച്ചറിൽ കണ്ടിന്യൂ ചെയ്ത് ഫ്യൂച്ചറിൽ അവസാനിക്കാൻ പോകും. ദിസ് ഈസ് ദ സെയിം ഡോഗ് വിച്ച് ബാർക്ക്ഡ് അറ്റ് മൈ സൺ ബട്ട് ഫോർച്ചുനേറ്റ്ലി ഡിഡ്ന്റ് ബൈറ്റ് ഹിം. ഇങ്ങനെ ചോദിച്ചാൽ പ്രത്യേകിച്ച് ഇൻസ്ട്രക്ഷൻ ഒന്നും ഇല്ലാതെ ഇങ്ങനെ ചോദിച്ചിട്ട് ഇങ്ങനെ മുറിച്ചിട്ടാ ഉറപ്പിച്ചോണം. പോയിന്റ് ഔട്ട് ദി എററാണ്. ഇൻസ്ട്രക്ഷൻ ഒന്നും തന്നിട്ടില്ല, പക്ഷെ ഉറപ്പിച്ചോ. ഇങ്ങനെ മുറിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നോ എറർ എന്ന് കാണുമ്പോഴേ അറിയാനത്ത് എവിടാ തെറ്റെന്ന് ചോദിക്കുന്നത്. അറ്റ് മൈ സൺ തെറ്റുണ്ടോ? അതായത് ഡോഗ് ബാർക്ക്ഡ് അറ്റ് മൈ സൺ. അറ്റിന്റെ ഒരു റൂൾ എന്താണ്? അറ്റ് സ്ഥലത്തെ കാണിക്കുന്ന പ്രപ്പോഷൻ മാത്രമല്ല, അറ്റ് നേർക്ക് എന്നൊരു അർത്ഥമുണ്ട്. ദ ഡോഗ് റെസ്റ്റ് അറ്റ് ഹിം. റെസ്റ്റ് അല്ലെങ്കിൽ ബാർക്ക്ഡ് അറ്റ് ദ ബെഗർ. വിഷക്കാരന് നേരെ ചാടിയെന്നോ കൊരച്ചെന്നോ ഒക്കെ പറയാം. അറ്റ് ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടി അറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇത് ശരിയാണ്. ഡോഗ് വിച്ച് ബാർക്ക്ഡ്. ആനിമലിനെ കാണിക്കുന്ന റിലേറ്റീവ് പ്രൊനൗൺ വിച്ച, തെറ്റൊന്നുമില്ല. ബട്ട് ഫോർച്ചുനേറ്റ്ലി ഡിഡിന്റ്, അവിടെ ഒരു തെറ്റും നമുക്ക് കാണാൻ സാധിക്കില്ല. ഫോർച്ചുനേറ്റ്ലി ഡിഡിന്റ് ബൈറ്റ് ഹിം. ഡിഡിന്റ് ബൈറ്റ്, ഡിഡിന്റെ അത് തെറ്റൊന്നുമില്ല. ഓക്കെ, അപ്പൊ നോ എറർ ആണോ? അല്ല, ഒരു തെറ്റുണ്ട്. തെറ്റെന്താന്ന് ചോദിച്ചാൽ ദ ഡോഗ് വിച്ച് ബാർക്ക്ഡ് ഇവിടെ തെറ്റാ. എന്തുകൊണ്ട് ശരിയാണെന്ന് നമ്മൾ വിശ്വസിച്ചൊരു കാര്യം തെറ്റായി. ഇതാണ് ശരി ഉത്തരം. വൈ? അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ ദ സെയിം. അവിടെയും ഞാൻ പഠിപ്പിച്ചത് സച്ച്, ദ സെയിം എന്നീ വാക്കുകൾക്ക് ശേഷം ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന റിലേറ്റീവ് പ്രൊനൗൺ ആസ് ആണെന്നാണ്. ആസ്, വേറെ ഒന്നും ഉപയോഗിക്കത്തില്ല. പക്ഷെ ഇവിടെ അത് നോക്ക്, ദിസ് ഈസ് ദ സെയിം ഡോഗ് വിച്ച് ബാർക്ക്ഡ്. ഇവിടെ ഒരിക്കലും ആസ് ബാർക്ക്ഡ് എന്ന് ഉപയോഗിക്കാൻ പറ്റത്തില്ല. സിറ്റുവേഷൻ ശരിയല്ല. അതിനൊരു അർത്ഥം വരണം. പോലെ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ സാധാരണ ദ സെയിം സച്ചിന് ശേഷം ആസ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഉദാഹരണം, ഹീ സച്ച് എ മാൻ ആസ് ഐ റെസ്പെക്ട്. ഹിസ് ക്യാരക്ടർ ഈസ് ദ സെയിം ആസ് യുവേഴ്സ്. നിന്റെ പോലെയാണ് അവന്റെ എന്ന് പറയുമ്പോഴേ ആസ് ഉപയോഗിക്കാൻ പറ്റൂ. അങ്ങനെ ഒരു കേസ് അല്ലല്ലോ ഇത്. അപ്പം പിന്നെ എന്താണ് പ്രശ്നമുണ്ട്. അങ്ങനെയുള്ള കേസാണെങ്കിൽ ആസ് ഉപയോഗിക്കാൻ പറ്റാത്ത കേസുകളിൽ ദ സെയിം വന്നാൽ ദാറ്റ് ഉപയോഗിക്കണമെന്നാണ് ഇംഗ്ലീഷിലെ റൂൾ. വിച്ച് ഉപയോഗിക്കരുത്. ആനിമൽ ആണെങ്കിൽ കൂടിയും വിച്ച് ഉപയോഗിക്കരുത്. ദിസ് ഈസ് ദ സെയിം ഡോഗ് ദാറ്റ് ബാർക്ക്ഡ് അറ്റ് മൈ സൺ ഫോർച്ചുനേറ്റ്ലി ഡിഡ്ന്റ് ബൈറ്റ്. അതുകൊണ്ടാണ് ഇത് തെറ്റായത്. നെക്സ്റ്റ്, ദ മാനേജർ ഡിഡ്ന്റ് ട്രൈ ടു എക്സ്പ്ലെയിൻ മോർ അബൌട്ട് ഇറ്റ് ബിക്കോസ് ഹിസ് മോസ്റ്റ് ട്രസ്റ്റഡ് അപ്രന്റീസ് ഡാഷ്. ചോദിച്ചു ന്യൂ ദ റോപ്സ്. ന്യൂ ദ റോപ്സ്, ഷോ ദ റോപ്സ് ഒക്കെ ഇപ്പൊ ഒരുപാട് ചോദിക്കുന്നുണ്ട്. ന്യൂ ദ റോപ്സ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നോ വാട്ട് ടു ഡു.
നോസ് ആൾറെഡി നോ വാട്ട് ടു ഡു, എന്ത് ചെയ്യണമെന്ന് അറിയാം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ ആണ് ന്യൂ ദ റോപ്സ്. അതായത് മാനേജർ ഒരിക്കലും സബോർഡിനേറ്റിന്റെ അടുത്ത് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തില്ല. കാരണം അയാളുടെ മോസ്റ്റ് ട്രസ്റ്റഡ് ആയിട്ടുള്ള അപ്രന്റീസിന് കാര്യങ്ങൾ അറിയാം, എങ്ങനെ ചെയ്യണമെന്ന് അറിയാം, പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അതിനുള്ള ന്യൂ ദ റോപ്സ്, നോ വാട്ട് ടു ഡു, അതാണ്. നെക്സ്റ്റ്, a first step in rational solution to any problem is the recognition that a problem exists. കൂടുതലും പോയിന്റ് ഔട്ട് എറർ ഉൾപ്പെടുത്തിയത് പരീക്ഷയ്ക്ക് പോയിന്റ് ഔട്ട് എറർ ആയിരിക്കും ഏറ്റവും കൂടുതൽ. SSC പോലുള്ള പരീക്ഷകൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഇതാണ്. കാരണം ഗ്രാമർ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റിയ സാധനമാണ് ഈ പോയിന്റ് ഔട്ട് എറർ. നല്ലതുപോലെ ഗ്രാമർ അറിയാത്തൊരു തെറ്റിക്കും. ഇത് സിമ്പിളാ, കാണുമ്പോൾ വലിയ സംഭവമാണെന്ന് തോന്നുന്ന സാധനം. ദാറ്റ് എ പ്രോബ്ലം എക്സിസ്റ്റ് അറ്റ് ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ഈസ് ദ റെക്കഗ്നീഷൻ നോ എറർ. ഇവിടെ ഏറ്റവും രസകരമായ കാര്യം, ഈ ചോദ്യത്തിൽ തുടക്കത്തിൽ തന്നെ തെറ്റാ. നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? വലിയ ആന പോലെ തോന്നിക്കുന്ന ഒരു ചോദ്യമാണ്, പക്ഷെ ഇതൊരു എലിയേക്കാൾ സിമ്പിളാണ്. പറയാമോ? ഒരു ഉറുമ്പിന്റെ അത്രയേ ഉള്ളൂ ഉത്തരം. ഓർഡിനൽ നമ്പേഴ്സിന് മുമ്പിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് ഇവയ്ക്ക് മുമ്പിൽ ഉപയോഗിക്കേണ്ടത് എ അല്ല ദായ. ഇതാ കണ്ടോ, ഇതാണ് എ. ഫസ്റ്റ് സ്റ്റെപ്പ് അല്ല, ദ ഫസ്റ്റ്, ദ സെക്കൻഡ്, ദ തേർഡ്, ദ ഫോർത്ത്, ദ ഫിഫ്ത്ത്. കഴിഞ്ഞു. നെക്സ്റ്റ്, ദ ഹെബ്രിഡസ്. ഹെബ്രിഡസ് എന്ന് പറയുന്നത് എന്താണ്? സ്ഥലമാണ്. ഡാഷ് ടു ദ നോർത്ത് വെസ്റ്റ് ഓഫ് ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിന്റെ നോർത്ത് വെസ്റ്റ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു എന്ന അർത്ഥം. വലിയ രണ്ട് റൂള്, വലിയ റൂളൊന്നും അല്ല, സിമ്പിൾ റൂളാണ്. സ്ഥലപ്പേരിന് ശേഷം എപ്പോഴും സിംഗുലർ വെർബ് ഉപയോഗിക്കണം. ബ്രിങ്സ്, ലൈസ്, ലൈവ്സ്. എസ് ഉള്ള വെർബാണ് സിംഗുലർ, സജസ്റ്റ് വരുത്തില്ല. സ്ഥലപ്പേരിന് മുമ്പിൽ സിംഗുലർ വെർബ്, സ്ഥലപ്പേര് എസ്സിൽ അവസാനിച്ചാൽ സിംഗുലർ ആയിരിക്കും. അതറിയാവല്ലോ. ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഈസ് എന്നാ പറയുന്നത്. നേപ്പിൾസ് ഈസ് എ സിറ്റി ഇൻ ഇറ്റലി. സ്ഥലത്തിന്റെ പേര് എസ്സിൽ അവസാനിച്ചാൽ ഒരു സ്ഥലമായതുകൊണ്ട് സിംഗുലർ വെർബ് ഉപയോഗിക്കണമെന്നാണ് റൂള്. ദ ഹെബ്രിഡസ് ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ആൻസർ വരുന്നത് ലിവ്സ് ആണോ, ലൈസ് ആണോ, ബ്രിങ്സ് ആണോ? സ്ഥിതി ചെയ്യുന്ന. ലിവ്സ് എന്ന് വെച്ചാൽ ജീവിക്കുന്ന, ലൈസ്. ദ ഹെബ്രിഡസ് ലൈസ് ടു ദ നോർത്ത് വെസ്റ്റ് ഓഫ് ഇംഗ്ലണ്ട്. ലൈസ് ആണ് കറക്റ്റ് പ്രയോഗം, പഠിച്ചു വെക്കുക. ബ്രിങ്സ് വരത്തില്ല. അതുപോലെ തന്നെ ദാ ഉപയോഗിക്കുന്ന സ്ഥലപ്പേരായത്. വേറെ ഏതൊക്കെയാ? ദ പഞ്ചാബ്. പഞ്ചാബിന് മുമ്പിൽ എപ്പോഴും ദാ ഉപയോഗിക്കണം. സ്ഥലപ്പേരുകളുടെ മുമ്പിൽ ദാ ഉപയോഗിക്കാറില്ല. ദ സുഡാന്റെ മുമ്പിൽ എപ്പോഴും ദാ ഉപയോഗിക്കണം. ദ നെതർലൻഡ്സ്. നെതർലൻഡ്സിന് മുന്നിലും എപ്പോഴും ദാ ഉപയോഗിക്കണം. ഇത് പഠിച്ചു വെച്ചേക്കണം. നെക്സ്റ്റ്, ഷീ ഡാഷ് ദ ഓർഫൻ ആസ് ഹർ ഓൺ ചൈൽഡ്. അവള് ആ അനാഥനെ സ്വന്തം മകനെ പോലെ വളർത്തി. പറയത്തില്ല, ഞാൻ ജനിച്ചതും വളർന്നതും, എന്നെ ജനിച്ചതും വളർത്തിയതും എവിടെയാണ്? ഐ വാസ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് എന്നാണോ ബ്രോട്ട് ഔട്ട് എന്നാണ്? ഐ വാസ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ്, വളർന്നത്. ലെറ്റ് ദം ഡു ദെയർ വർക്ക്. സൂപ്പർ ചോദ്യമാണ്. ലെറ്റ് ദം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലെറ്റ്സ്, ലെറ്റസ്, ലെറ്റസ് നോട്ട്. ഇതിലേതെങ്കിലും വന്നു കഴിഞ്ഞാൽ വിൽ യു എഴുതണം, ഷാൾ വി എഴുതണം എന്നാണ് റൂള്. കാണാതെ അങ്ങ് പഠിക്കാം. എന്നാൽ പ്ലീസ് ലെറ്റസ് എന്ന് വന്നാൽ വിൽ യു ആണ് എഴുതേണ്ടത്. ഇത് ഒരു ടിപ്പായിട്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. നമ്മുടെ ഇതുമായിട്ട് ചെറിയ ബന്ധമുണ്ട്. ബാക്കി ഏത് ലെറ്റ് വന്നാലും വിൽ യു എഴുതിക്കണം. ലെറ്റ് ഹിം, ലെറ്റ് ഹെർ, ലെറ്റ് ദം, ലെറ്റ് ഇറ്റ്. അല്ലെങ്കിൽ വേണ്ട, ലെറ്റ് ഹിം, ലെറ്റ് ഹെർ, ലെറ്റ് ദം. വേറെ ഏതിന്റെ കൂടെ ലെറ്റ് വന്നാലും വില്ലിയു. ആൻസർ വില്ലിയു ആണ്. വോണ്ടിയോ ആവശ്യമില്ല, വില്ലിയു മതി. ഇറ്റ് വാസ് ദ പീക്ക് ഹവർ ഓഫ് ദ ഡേ ഡാഷ് ഹി ഹാഡ് ടു സ്റ്റാൻഡ് ഓൺ ദ ബസ്. ഈ കൺജങ്ഷൻ ചോദിച്ചതിൽ കഴിഞ്ഞ വർഷം ചോദിച്ച ഏറ്റവും കട്ടി ചോദ്യം. പീക്ക് ഹവർ ഓഫ് ദ ഡേ എന്ന് പറഞ്ഞാൽ ഏറ്റവും തിരക്കേറിയ സമയം. അതുകൊണ്ട് അവന് ബസ്സിൽ നിൽക്കേണ്ടതായിട്ടൊന്നും സീറ്റ് കിട്ടിയില്ല. അതുകൊണ്ട് ബട്ട് എന്ന് വെച്ചാൽ പക്ഷേ, ബിക്കോസ് എന്തുകൊണ്ടെന്നാൽ എറ്റ് പക്ഷേ, സോയാണ് ശരി ഉത്തരം. ഇറ്റ് വാസ് ദ പീക്ക് അവർ ഓഫ് ദ ഡേ സോ ഹി ഹാഡ് ടു സ്റ്റാൻഡ് ഓൺ ദ ബസ്. ബിക്കോസ് ഒന്നും അവിടെ ചേരത്തില്ല. നെക്സ്റ്റ്, സെറിമണി ഓഫ് ക്രൗണിങ് എ കിങ്. രാജാവിന്റെ അഭിഷേകം. കിരീടധാരണം എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് വാക്ക് നിങ്ങൾക്കെല്ലാം അറിയാം, കൊറോനേഷൻ. ബാക്കി മൂന്നിന്റെ അർത്ഥം കണ്ടുപിടിക്കുക. എത്തോസ്, എറ്റാവിസം, ഫെസ്റ്റൂൺ. ഈ മൂന്നിന്റെ വാക്കിന്റെ അർത്ഥം കണ്ടുപിടിച്ച് കമന്റ് ചെയ്യണം. നിങ്ങൾക്കുള്ള ജോലിയാണ്. ഇറ്റ് വാസ് മെയിൻലി ദ കോണിഫെയർ പ്ലാന്റേഷൻസ് ദാറ്റ് ഡാഷ് അറ്റ് ദിസ് ടൈം ഹാഡ് ഫാളൻ, വെയർ ഫെൽഡ്, വെയർ ഫെൽ, ഹാഡ് ബീൻ ഫാളൻ. ഫാൾ, വീഴുക, ഫാൾ. വേറൊരു വാക്കുണ്ട് ഫെൽ, മറിച്ചിടുക, മറിഞ്ഞു വീഴുക, പിന്നെ മുറിച്ചിടുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഫാൾ, ഫെൽ, ഫാളൻ.
ഇതാണ് V1 V2 V3. V1 V2 V3. ഫെല്ലിന്റെ ഫെൽഡ് മുറിച്ചിടുക എന്നൊക്കെ പറയുമ്പോൾ ഫെൽഡ് ആണ്, മറിഞ്ഞു വീഴുക, മുറിച്ചിടുക. ഫാളൻ സാധാരണ ഇല പൊഴിയുക, വീഴുക എന്നൊക്കെ ഉള്ള അർത്ഥത്തിലാണ്. സോ ഇവിടെ ഫെൽഡാ വരണ്ടേ, പ്ലാന്റേഷൻസിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ ഇവിടെ കറക്റ്റ് ദാറ്റ് ഹാഡ് ഫാളൻ വരത്തില്ല. വെയർ ഫെൽ എന്നുള്ളത് വരത്തില്ല. കാരണം വെയർ ഫെൽ എന്ന് പറയുമ്പോൾ V2 ആ ഫെല്ല് ഇവിടുത്തെ V2 ആയിപ്പോ, അല്ലെങ്കിൽ V1. വേറിന്റെ കൂടെ ഒന്നുകിൽ V3, വേറിന്റെ കൂടെ V3 വരത്തുള്ളൂ. അപ്പൊ അതിനല്ല. പിന്നുള്ളത് ഹാഡ് ബീൻ ഫാളന, ഫാളൻ വരത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ ഒറ്റ ഒരെണ്ണേ ഉള്ളു. എങ്ങനെ ഉത്തരത്തിലേക്ക് എത്തിയെന്ന് മനസ്സിലായോ? അതായത് ഫാളൻ വരത്തില്ല, ഫാളൻ 2 എണ്ണം ഒഴിവാക്കി. പിന്നുള്ളത് ഫെൽഡും ഫെല്ലുവാ. വെയർ ഫെൽഡ് ആയിരുന്നെങ്കിൽ ഓക്കെ. വെയർ ഫാളൻ ഒന്നുകിൽ വെയർ ഫെൽ എന്ന് വരും, അല്ല ഫെൽഡ് എന്ന് വരും, അല്ലെങ്കിൽ വെയർ ഫാളൻ എന്ന് വരും. കാരണം വേറിന്റെ കൂടെ എപ്പോഴും V3 ഉപയോഗിക്കും. വേറിന്റെ കൂടെ എപ്പോഴും ഇതേ ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇത് തെറ്റാന്ന് പറഞ്ഞത്. പിന്നുള്ളത് വെയർ ഫെൽഡാ, കറക്റ്റാ. നെക്സ്റ്റ്, യു ഹാവ് ഡിസ്ഗ്രേസ്ഡ് യുവർ ഫാമിലി. തെറ്റുണ്ടോ? തെറ്റല്ല. ദ സെന്റൻസ് യൂസിങ് കറക്റ്റ് നൗൺ ഫോം ഓഫ് ദ വെർബ്. ഡിസ്ഗ്രേസ്ഡ് എന്ന് പറഞ്ഞ വെർബാ. നൗൺ ഫോം എഴുതുമ്പോൾ ഡിസ്ഗ്രേസ്, അപമാനം, കുടുംബത്തിന്റെ മോശം പറയിച്ചവൻ, അപമാനം. അപ്പൊ ഈ ഡിസ്ഗ്രേസ് ചേർക്കുമ്പോൾ ഈ സെന്റൻസ് എങ്ങനെ മാറും? യു ഹാവ് എ ഡിസ്ഗ്രേസ് ടു യുവർ ഫാമിലി, യു ഹാവ് എ ഡിസ്ഗ്രേസ് ഫോർ യുവർ ഫാമിലി, യു ഹാവ് എ ഡിസ്ഗ്രേസ്ഫുൾ ടു യുവർ ഫാമിലി. ഡിസ്ഗ്രേസ് ഇത് രണ്ടും വിട്ടേരെ. നൗണാ ചോദിച്ചേക്കുന്നത്, നൗണ് ഡിസ്ഗ്രേസാ. അപ്പൊ ഇതിൽ എ ഡിസ്ഗ്രേസ് ടു യുവർ ഫാമിലി ആണോ, എ ഡിസ്ഗ്രേസ് ഫോർ യുവർ ഫാമിലി ആണോ? കൊളോക്കേഷൻ, ഹാവ് എ ഡിസ്ഗ്രേസ്, കൊളോക്കേഷനാ, നമുക്ക് മാറ്റി ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഡിസ്ഗ്രേസ് ടു, ഹാവ് എ ഡിസ്ഗ്രേസ് ടു സമ്മൺ അല്ലെങ്കിൽ സംതിങ്. യു ഹാവ് എ ഡിസ്ഗ്രേസ് ടു യുവർ ഫാമിലി, നിന്റെ കുടുംബത്തിന് അപമാനമാണ്. ഡാഷ് യു പ്ലീസ് മൈൻഡ് ഹാവിങ് എ കോഫി വിത്ത് മീ. ഡാഷ് യു പ്ലീസ് എന്ന് പറയുമ്പോൾ കുഡ് യു പ്ലീസ് എഴുതാം, വുഡ് യു പ്ലീസ് എഴുതാം, കുഡ് യു പ്ലീസ് അതുപോലെ ഒക്കെ എഴുതാം. അപ്പൊ കുഡാന്ന് എല്ലാവരും വിചാരിക്കും, പക്ഷെ തെറ്റാ. വില്ല് ഉപയോഗിക്കത്തില്ല, ഡു ഉപയോഗിക്കത്തില്ല. ആൻസർ ഏതാ? ഡു വരാം. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് യു പ്ലീസ് വന്നിട്ട് കുഡ് വരാം, മൈൻഡ് വരുമ്പം വുഡ് യു മൈൻഡോ, വുഡ് യു വരാം, അതുപോലെ തന്നെ ഡു യു വരാം. ഈ രണ്ട് കേസിലേ മൈൻഡ് വരത്തുള്ളൂ. റിക്വസ്റ്റ് മേക്കിംഗ് ആ. വുഡ് യു മൈൻഡ്, കുഡ് യു മൈൻഡ്, അല്ല സോറി, വുഡ് യു മൈൻഡ്, ഡു യു മൈൻഡ്, രണ്ടിന് ശേഷം ING ഉപയോഗിക്കണം. ഇവിടെ ING ആൾറെഡി ഉപയോഗിച്ചിട്ടുണ്ട്, ഹാവിങ്. വുഡ് യു മൈൻഡ് പോസ്റ്റിംഗ് ദ ലെറ്റർ, ഡു യു മൈൻഡ് പോസ്റ്റിംഗ് ദ ലെറ്റർ, രണ്ടും വരാം. മൈൻഡ് വന്നോണ്ടാ കുഡ് വരാഞ്ഞ്. വുഡ് ഉണ്ടായിരുന്നെങ്കിൽ ഓക്കെ, വുഡ് ഇല്ല, വുഡ് യു മൈൻഡും വരും. പിന്നെ വുഡ് യു മൈൻഡ് കഴിഞ്ഞിട്ട് പ്ലീസ് വരത്തില്ല, വുഡ് യു പ്ലീസ് മൈൻഡ് എന്ന് വരത്തില്ല, വുഡ് യു മൈൻഡ്, ഡു യു പ്ലീസ് മൈൻഡ് എന്ന് വരും. ഡു ആണ് കറക്റ്റ്. ഡു യു മൈൻഡ്, വുഡ് യു മൈൻഡ്, ഈ പ്രയോഗങ്ങൾക്ക് ശേഷം ING ഉപയോഗിക്കണം എന്നും കൂടി പഠിച്ചു വെച്ചു. അവസാനത്തെ ചോദ്യം, ചൂസ് ദ റോങ് വേർഡ്. കാസറ്റ് സ്പെല്ലിങ് കറക്റ്റാ, ഓംലെറ്റ് സ്പെല്ലിങ് കറക്റ്റാ, സിഗരറ്റ് ശരിയാണോ? സ്പെല്ലിങ് കറക്റ്റാ. കാസറ്റ് CASSETTE, ഓംലെറ്റ് OMELETTE, സിഗരറ്റ് CIGARETTE. നൺ ഓഫ് ദിസ്. ആൻസർ നൺ ഓഫ് ദിസ് ആണ്. ഓക്കെ, സ്പെല്ലിംഗ് ഒക്കെ ചോദിക്കാം. സോ അവസാനിക്കുന്നില്ല, ഇനിയുണ്ട്. ഞാൻ മാക്സിമം റിവിഷൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഇത് ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കുക, വിവിധ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക. ഇനിയും ക്ലാസ് തരുന്നുണ്ട്, സമയം കിട്ടുമ്പോഴെല്ലാം ക്ലാസ് തരാം. കൂടുതൽ റിവിഷൻ നിങ്ങൾക്ക് ലഭ്യമാക്കാൻ വേണ്ടി അധ്യാപകരോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. എൻട്രി ആപ്പിലെ സ്റ്റുഡൻസിന് യൂട്യൂബിൽ മാക്സിമം മാരത്തോണും കാര്യങ്ങളും ഒക്കെ ചെയ്ത് സെറ്റാക്കാം. ഓഗസ്റ്റ് 20-നാണ് പരീക്ഷ. സമയം വളരെ കുറവാണ്. ഇനിയുള്ള സമയം നമ്മൾ ഒരു സമയം പോലും പാഴാക്കാതെ പഠിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. വിഷ് യു ആൾ ദി ബെസ്റ്റ്. മുന്നോട്ട് പോകുക. എല്ലാവർക്കും ആശംസകൾ. നന്ദി, നമസ്കാരം.